ഇന്നത്തെ നമ്മുടെ പരിപാടി ശേരി മീൻകറിയാണ്. അതിനുവേണ്ടി ഒരു 3 മീന് വാങ്ങി വെട്ടിക്കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലപോലെ മുളകങ്ങിട്ട് നമ്മുടെ കോട്ടയം സ്റ്റൈലിൽ ഒരു മീൻകറി കൊണ്ട് റെഡിയാക്കാം. എന്നാൽ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു 4-5 വെളുത്തുള്ളിയും ഒരു ചെറിയ ഇഞ്ചി ചതച്ചത്, 2 തണ്ട് കറിവേപ്പില, ഒരു പച്ചമുളക്, 4-5 ചുവന്നുള്ളി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് വഴത്തി നമുക്ക് നമ്മുടെ കോട്ടയം സ്റ്റൈലിലുള്ള ശേരി മീൻകറി കൊണ്ട് റെഡിയാക്കാം. ചട്ടിയൊക്കെ വെച്ച് നല്ലൊരു ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 നുള്ള് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അല്പം കടുക്, ഉലുവയും കടുകും ഒന്ന് മൂത്ത് പൊട്ടിയതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില, പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി അതൊന്ന് വഴറ്റിയെടുക്കും. ഒരു ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി കൊണ്ട് ചേർത്ത് കൊടുക്കാം. പൊടിയായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കും. തീയൊക്കെ അവിടെ കുറച്ച് വെച്ചിട്ട് പൊടിയായിട്ടും ചേർത്ത് കൊടുക്കും. ആദ്യം ഒരു അല്പം മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി 2 സ്പൂണ്, എരിയുള്ള മുളക് പൊടി 1 സ്പൂണ്, ഒരല്പം കുരുമുളക് പൊടി ഇതും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി ആ പൊടികളുടെയൊക്കെ ആ പച്ചക്കുത്തലൊന്ന് മാറ്റി വെക്കും. അങ്ങനെ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് കുടംപുളിയാണ്. ഒരു 3 ചെറിയ പീസ് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കും. ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിനി ആവശ്യത്തിന് വെള്ളം കൊണ്ട് ചേർത്ത് കൊടുക്കാം. വെള്ളം കൊണ്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊണ്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കി അങ്ങോട്ട് കൊടുത്തിട്ട് ഇതിനെ അടച്ചു വെച്ച് നല്ലൊരു വെട്ടി കൊണ്ട് തിളപ്പിക്കാം. ഇനി അടച്ചങ്ങോട്ട് വെച്ചിട്ട് നല്ലപോലെ കൊണ്ട് തിളപ്പിക്കാം. ഇന്നലെ നമ്മുടെ മീനിൻ്റെ അരപ്പൊക്കെ നല്ലപോലെ വെട്ടി കൊണ്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീനെ കൊണ്ട് പറിക്കണം. മീനിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊണ്ട് കൊടുക്കുക. എല്ലാം ഒന്ന് മുങ്ങി കിടക്കത്തക്ക രീതിയിൽ. ഇവരെ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് അടച്ചു വെച്ചുകൊണ്ട് കുക്ക് ചെയ്യാം. എന്നാലും നമ്മുടെ മീനൊക്കെ വെച്ചിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്നവിടെ നോക്കാം. മീനെല്ലാം നല്ലപോലെ വെന്ത് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരല്പം ഉപ്പും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പുളി എരിവൊക്കെ കറക്റ്റാണ്. ഒന്ന് ഇളക്കി കൊണ്ട് കൊടുക്കാം. അവരെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊരു ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് കൂടെ കൊണ്ട് വെക്കാം. എന്നിട്ട് നമ്മുടെ മീനൊക്കെ ഒന്ന് കുറുകി എല്ലാം നല്ല സെറ്റാവും. വീണ്ടും നമുക്ക് അടച്ചുകൊണ്ട് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ മീൻകറിയും തുറന്നു നോക്കാം. മീൻകറി എല്ലാം ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് തീയൊക്കെ കൊണ്ട് ഓഫ് ചെയ്ത് വെക്കാം. ഒരു ചട്ടിയുടെ ചൂടത്തൊക്കെ ഒന്നുകൂടെ ഒന്ന് കുറുകി കറി നല്ല സെറ്റാവും. ഈ കറി ഇതുപോലെ അങ്ങോട്ട് വെച്ച് നാളെ എടുത്ത് അങ്ങോട്ട് കഴിക്കാം. എന്നാലേ അതിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഉപ്പ്, എരിയും, പുളിയൊക്കെ അങ്ങോട്ട് പിടിച്ച് നല്ലപോലെ കുറുകി നല്ല സെറ്റായിട്ടാണ്. എന്നാലും നമ്മുടെ ശേരി മുളക് ഇട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ചട്ടിയുടെ ചൂടത്തി ഒന്നുകൂടെ ഒന്ന് കുറുകി നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞൊന്ന് സെറ്റാവും. അന്നേരം ശേരി മീൻ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഉള്ള സ്ഥിതിയാണിത്. കണ്ടോ, അടിപൊളിയായിട്ട് എണ്ണയൊക്കെ അവിടെ തെളിഞ്ഞ് എല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. അന്നേരം നമ്മുടെ അടിപൊളിയായിട്ടുള്ള കോട്ടയം സ്റ്റൈലിൽ വെച്ച ശേരി മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.